അപ്പോൾ ജോബി, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ലിമിറ്റ്സിനെ പറ്റിയിട്ടാണ് സംസാരിച്ചത് അല്ലേ? അപ്പോൾ അതിൽ നമ്മൾ കൂടുതൽ സമയം ചെലവഴിച്ചത് റേഷ്യോ ഓഫ് ലിമിറ്റ്സിനെ പറ്റിയിട്ടായിരുന്നു. അതെന്താ കാരണം ജോബിക്ക് അറിയാം. കാരണം നമുക്ക് വേണ്ടത് ഡെറിവേറ്റീവിന്റെ ഡെഫിനിഷനെ പറ്റിയിട്ട് പറയാനാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഒരു ഡെറിവേറ്റീവിന്റെ ഡെഫിനിഷൻ അതിൽ റേഷ്യോ ഓഫ് ലിമിറ്റ്സ് ആണ് വരുന്നത്. ഓക്കെ, അതായത് ഓക്കെ, അപ്പോൾ സപ്പോസ് വി ഹാവ് എ ഫംഗ്ഷൻ y ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. അപ്പോൾ ഇതിന്റെ ഡെറിവേറ്റീവ് നമ്മൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തത്? dy ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ എക്സ് ഗോയിങ് ടു 0 ഓഫ് ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ്, ചേഞ്ച് ഇൻ y ബൈ ചേഞ്ച് ഇൻ എക്സ്. ഇതിനെ നമ്മൾ എന്താ പറഞ്ഞത്? ലിമിറ്റ് ഡെൽറ്റ എക്സ് ഗോയിങ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്. അപ്പോൾ ജോബി, നമ്മൾ ഇതിനെപ്പറ്റി പറഞ്ഞപ്പോൾ നമ്മൾ എന്തിലാണ് നമ്മൾ എത്തിച്ചേർന്നത്? ഈ ലിമിറ്റ് ഓഫ് റേഷ്യോനെ പറ്റി പറഞ്ഞപ്പോൾ നമ്മൾ ഇതിനെപ്പറ്റി കുറച്ച് സംസാരിച്ചല്ലോ. അതൊന്ന് സമ്മറൈസ് ചെയ്യാൻ പറ്റുമോ ജോബി? അതായത് ജിതിൻ, നമ്മൾ പറഞ്ഞു, ഈ റേഷ്യോയിൽ താഴത്തെ ഡിനോമിനേറ്റർ 0യിലേക്ക് പോവുകയാണല്ലോ. അപ്പോൾ താഴത്തെ ഡിനോമിനേറ്റർ, അതായത് ഡിനോമിനേറ്റർ 0യിലേക്ക് പോകുന്നതിൻ്റെ ഒപ്പം തന്നെ ന്യൂമറേറ്ററും 0യിലേക്ക് പോയില്ലെങ്കിൽ നമുക്ക് ഈ റേഷ്യോൻ്റെ ലിമിറ്റ് ഇൻഫിനിറ്റി ആയിട്ടാണ് കിട്ടുക. അപ്പോൾ അതായത് ആ അതിനൊരു ലിമിറ്റ് ഇല്ല എന്നാണ് നമ്മൾ അപ്പം പറയുക. അപ്പോൾ നമ്മൾ പറയും ഡെറിവേറ്റീവ് ഇല്ല എന്ന് പറയും. അപ്പോൾ നമുക്ക് ഈ ഡെറിവേറ്റീവ് കിട്ടണമെങ്കിൽ നമുക്ക് ഈ റേഷ്യോന് ഒരു ലിമിറ്റ് കിട്ടണം ഡെൽറ്റ എക്സ് 0യിലേക്ക് പോകുമ്പോൾ. അങ്ങനെ കിട്ടണമെങ്കിൽ ഈ ഡെൽറ്റ എക്സ് 0യിലേക്ക് പോകുന്നതിൻ്റെ ഒപ്പം തന്നെ ന്യൂമറേറ്ററും 0യിലേക്ക് പോകണം. അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ ഈ 0യിലേക്ക് പോണ ഫാക്ടർ ഡിനോമിനേറ്ററിൽ നിന്നും ന്യൂമറേറ്ററിൽ നിന്നും നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഈ റേഷ്യോന് ഒരു ഫൈനൈറ്റ് ലിമിറ്റ് കിട്ടുക. അതെ, അത് ശരിയാണ് ജോബി. നമ്മൾ ഡെൽറ്റ എക്സ് 0യിലേക്ക് കൊണ്ടുപോകണേ ഉള്ളൂ, ഡെൽറ്റ എക്സിനെ 0 ആക്കണില്ല. ഡെൽറ്റ എക്സ് 0 ആയാലും നമുക്ക് ആ 0യിലേക്ക് പോണ ഫാക്ടർ ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. അതെന്താ അങ്ങനെ പറയണ ജിതിൻ? അതെനിക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല. ഓക്കെ, നമുക്ക് ഒരു റേഷ്യോ ഉണ്ടെന്ന് വയ്ക്കാം. ഫോർ എക്സാമ്പിൾ എ ഇൻറ്റു ബി ഡിവൈഡഡ് ബൈ എ ഇൻറ്റു സി. അപ്പോൾ നമ്മളിപ്പോൾ എയും ക്യാൻസൽ ചെയ്യണമെന്ന് വയ്ക്കുക. എന്താണ് ഈ ക്യാൻസലേഷൻ എന്ന് പറഞ്ഞാൽ? ശരിക്കും ക്യാൻസലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? നമ്മൾ ഈ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും അതേ ഫാക്ടർ വെച്ച് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഈ എ ഇൻറ്റു ബി ബൈ എ ഇൻറ്റു സി എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിനെയും വി ആർ ഡിവൈഡിങ് ബൈ എ, രണ്ടവിടെയും നമ്മൾ എ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഒരു റേഷ്യോ ഉണ്ടെങ്കിൽ നമുക്ക് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഒരേ സാധനം കൊണ്ട് മൾട്ടിപ്ലൈ ഡിവൈഡ് ചെയ്താൽ ആ റേഷ്യോ മാറില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും എ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ എ ബൈ എ 1 ആവും ഇല്ലേ? ഈ എ ബൈ എ ഇത് 1 ആവും. അതും അതേമാതിരി തന്നെ ഡിനോമിനേറ്ററിലും എ ബൈ എ 1 ആവും. അതാണ് ക്യാൻസലേഷൻ എന്ന് പറഞ്ഞ അർത്ഥം. ക്യാൻസലേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് ശരിക്കും സംഭവിക്കുന്നത്. ഇനിയിപ്പോൾ എ 0 ആണെങ്കിൽ ഉണ്ടല്ലോ, ഈ എ ബൈ എ എന്നുള്ള ആ ടേം വന്നിട്ട് 0/0 എന്ന് വരും. 0/0 എന്ന് പറഞ്ഞ സാധനത്തിന് ഒരു മീനിങ്ങും ഇല്ല. ഒന്നുമില്ലാത്തത് കൊണ്ട് ഹരിക്കുക പറഞ്ഞാൽ എന്താണത്? അതിനെ പറ്റിയിട്ട് നമുക്ക് ആലോചിക്കാനും കൂടെ പറ്റില്ല അല്ലേ? ഇറ്റ് ഡസ് നോട്ട് മേക്ക് എനി സെൻസ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഞാൻ പറയുന്നത് ഡെൽറ്റ എക്സ് 0 ആയാൽ നമുക്ക് ആ 0യിലേക്ക് പോണ ഫാക്ടറിനെ ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല. ഡെൽറ്റ എക്സിനെ 0ന്റെ അടുത്ത് വരെ കൊണ്ടുപോകുള്ളൂ. അതുകൊണ്ട് നമുക്ക് ന്യൂമറേറ്ററിൽ നിന്നും ഡിനോമിനേറ്ററിൽ നിന്നും 0യിലേക്ക് പോണ ഫാക്ടറിനെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. അങ്ങനെ നമുക്ക് ഈ ഒരു റേഷ്യോന് ഒരു ഫൈനൈറ്റ് ലിമിറ്റ് കിട്ടുക. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസിൽ നമുക്ക് പറയാം ഈ ഡിവൈ ബൈ ഡി എക്സ് എന്ന് പറയുന്ന സാധനം എക്സിസ്റ്റ് ചെയ്യേണ്ടതെന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് കുറച്ചും കൂടെ കോൺക്രീറ്റ് ആക്കാൻ നമുക്ക് 1-2 സിമ്പിൾ എക്സാമ്പിൾസ് ചെയ്യാം. ആദ്യത്തെ എക്സാമ്പിൾ y ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ. y ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു സേ എ കോൺസ്റ്റന്റ് സി. ഇതിന്റെ ഗ്രാഫ് എങ്ങനെ ഇരിക്കും? ഇതിന്റെ ഗ്രാഫ് ഇത് അങ്ങനെ ഇരിക്കും. ഇത് എക്സ്, ഇത് y
y is a constant എന്ന് പറഞ്ഞാൽ അതായത് ഒരു ഹൊറിസോണ്ടൽ ലൈൻ കിട്ടും. ഇതാണ് y is equal to c-ന്റെ ഗ്രാഫ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഡെഫിനിഷൻ ഇവിടെ ഉപയോഗിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, dy by dx is equal to limit delta x going to 0, delta y by delta x is equal to this. f of x plus delta x എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സിന് വരും x plus delta x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഒന്നും മാറാൻ പറ്റില്ല. ഇത് സി ആണ്, ഇതിൽ എക്സേ ഇല്ല. അപ്പോൾ എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് സി ആയിട്ട് തന്നെ കിട്ടും. എഫ് ഓഫ് എക്സും സി ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് എന്നുള്ളതിനെ സി മൈനസ് സി ഡിനോമിനേറ്റർ ഡെൽറ്റ എക്സ്. അപ്പോൾ കണ്ടോ, ഈ ന്യൂമറേറ്റർ ഇപ്പൊ തന്നെ 0 ആണ്. ഇപ്പൊ തന്നെ 0 ആണ്. അപ്പോൾ ലിമിറ്റ് ഡെൽറ്റ എക്സ് 0യിൽ കൊണ്ടുപോയാലും തന്നെ ഇത് 0യിൽ തന്നെ ഇരിക്കും. അപ്പോൾ ഇവിടെ വളരെ സിമ്പിൾ റിസൾട്ടാണ്. ഇത് നമുക്ക് 0 ആണ് കിട്ടണത്, 0 ആയിട്ടാണ് കിട്ടണത്. അപ്പോൾ ദ ഡെറിവേറ്റീവ് ഓഫ് എ ഫംഗ്ഷൻ ദാറ്റ് ഇസ് കോൺസ്റ്റന്റ് ഇസ് 0. ഓക്കെ, ഡെറിവേറ്റീവ് ഓഫ് ഫംഗ്ഷൻ ദാറ്റ് ഇസ് കോൺസ്റ്റന്റ് ഇസ് 0 പറഞ്ഞാൽ ഡിവാബൈറ്റിക്സ് നമ്മൾ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിനെ പറ്റി പഠിച്ചപ്പോൾ നമ്മൾ ഇതിന്റെ ഫിസിക്കൽ മീനിങ് മനസ്സിലാക്കി അല്ലേ. വെലോസിറ്റി, ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ അപ്പോഴത്തെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എക്സ് വിത്ത് റെസ്പെക്ട് ടു ടി. ഒരു സാധനം കോൺസ്റ്റന്റ് ആണെങ്കിൽ, അതായത് എക്സ് ഇപ്പോൾ എക്സ് ഓഫ് ടിയിൽ ടി എ ഇല്ല എന്ന് പറഞ്ഞാൽ, അതായത് ഇവിടെ വൈ ഇസിക്കൽ എഫ് ഓഫ് എക്സിൽ എക്സ് എ ഇല്ല പറഞ്ഞാൽ അവിടെ എക്സ് ഓഫ് ടിയിൽ ടി എ ഇല്ല എന്ന് പറയണതിന്റെ ഇക്വലന്റ് ആണ്. അപ്പോ ടി എ ഇല്ല പറഞ്ഞാൽ പൊസിഷൻ മാറണേ ഇല്ല, അപ്പോ വെലോസിറ്റി 0 ആണ്. അതന്നെ എവിടെയും കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് വേറെ ഇതിനേക്കാളും ചെറിയൊരു വേറെ എക്സാമ്പിൾ എടുക്കാം. വൈ ഇസ് ഈക്വൽ ടു എക്സ്. അപ്പൊ ഇവിടെ dy by dx എന്തായിരിക്കും? dy by dx is equal to limit delta x going to 0 f of x plus delta x എന്ന് പറഞ്ഞാൽ ഈ എക്സിന്റെ സ്ഥാനത്ത് നമ്മൾ x plus delta x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് x plus delta x തന്നെ കിട്ടുള്ളൂ. അപ്പോൾ കാരണം ഇത് y എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വെറും x ആണ്. അപ്പോൾ x plus delta x, f of x പകരം x തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട്, അത് x എന്ന് കിട്ടും. അപ്പോൾ f of x plus delta x, x plus delta x, f of x is simply x divided by delta x. അപ്പോൾ ഇവിടെ എക്സും എക്സും ക്യാൻസൽ ആവും. അപ്പോൾ ഇവിടെ നമുക്ക് ലിമിറ്റ് ഡെൽറ്റ എക്സ് ഗോയിങ് ടു 0, ഡെൽറ്റ ഇവിടെ മുകളിൽ ന്യൂമറേറ്ററിലും ഡെൽറ്റ എക്സ്, ഡിനോമിനേറ്ററിലും ഡെൽറ്റ എക്സ്. അപ്പോൾ ഡെൽറ്റ എക്സ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് കിട്ടും. ഇവിടെയാണ് നമ്മൾ ആ 0യിലേക്ക് പോണ ഫാക്ടറിനെ ക്യാൻസൽ ചെയ്യണത്. നമ്മൾ പറഞ്ഞില്ലേ, ലിമിറ്റ് ഉള്ള കേസസിലെല്ലാം നമുക്ക് ആ 0യിലേക്ക് പോണ ഫാക്ടറിനെ ക്യാൻസൽ ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ഇത് 1 എന്ന് കിട്ടും അല്ലേ. ഡെൽറ്റ എക്സിനെ 0യിലേക്ക് കൊണ്ടുപോകണേ ഉള്ളൂ, അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ dy by dx of x എന്ന് പറയുന്നത് dy by dx of x എന്ന് പറയുന്നത് 1 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് y is equal to x cube എടുക്കാം. y is equal to x squared നിങ്ങൾ തന്നെ ചെയ്താൽ മതി. അപ്പോൾ y is equal to x cube. അപ്പോൾ ഇവിടെ ഈ കേസിൽ dy by dx is equal to limit delta x going to 0 of f of x plus delta x minus f of x divided by delta x. അപ്പോൾ ഇവിടെ എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് കണ്ടുപിടിക്കാൻ നമ്മൾ എക്സിന്റെ സ്ഥാനത്ത് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ എന്ത് കിട്ടും? എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ദ ഹോൾ ക്യൂബ്. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെ എക്സ് ക്യൂബ് മൈനസ് എക്സ് ക്യൂബ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്. അപ്പോൾ നമുക്കിത് എക്സ്പാൻഡ് ചെയ്യാം. ഇതെന്ത് എക്സ്പാൻഡ് ചെയ്തെന്ത് കിട്ടും? എക്സ് ക്യൂബ് പ്ലസ് 3x squared delta x plus 3x delta x squared plus delta x cube minus x cube divided by delta x. അപ്പോൾ ഇവിടെ എക്സ് ക്യൂബും ക്യാൻസൽ ആവും. അപ്പോൾ ഇവിടെ എന്താ കിട്ടുക നമുക്ക്? 3x squared delta x plus 3x delta x squared plus delta x cube divided by delta x. ഇവിടെയും ഞാൻ ആ 0യിലേക്ക് പോണ ഫാക്ടറെ ന്യൂമറേറ്ററിൽ നിന്നും ഡിനോമിനേറ്ററിൽ നിന്നും ക്യാൻസൽ ചെയ്യാൻ പോകണം. അപ്പൊ ഇവിടെ ഓരോ ടേമിലും കേട്ടോ
അതായത് നമുക്ക് ഈ ഡെൽറ്റ എക്സിനെ വെളിയിൽ എടുക്കുകയാണെന്ന് വെക്കാം. ഓക്കെ, അപ്പൊ ഞാൻ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അപ്പൊ ഇതിനെ ഡെൽറ്റ എക്സിനെ വെളിയിൽ എടുക്കുകയാണെങ്കിൽ, ഡെൽറ്റ എക്സിനെ കോമൺ ഫാക്ടറായിട്ട് വെളിയിൽ എടുക്കുകയാണെങ്കിൽ 3x² പ്ലസ് 3x ഡെൽറ്റ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് സ്ക്വയർഡ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്. അപ്പോൾ ഞാൻ ആ സീറോയിലേക്ക് പോണ ഫാക്ടറിനെ ഇവിടെ ക്യാൻസൽ ചെയ്യണം. കാരണം നമ്മൾ സീറോയിലേക്ക് പോണ ഫാക്ടറിനെ സീറോ ആക്കുന്നില്ല ഒരിക്കലും, അതിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുള്ളൂ. അതുകൊണ്ട് നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്താണ് ബാക്കി വരുന്നത്? ബാക്കി വരുന്നത് 3 ലിമിറ്റ് ഇപ്പോഴും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ലിമിറ്റ് എഴുതിയിട്ടില്ല, ഇവിടെയും ലിമിറ്റ് ഉണ്ട്. ലിമിറ്റ് ഡെൽറ്റ എക്സ് ഗോയിങ് ടു 0 എന്നുള്ള ലിമിറ്റ് ഇവിടെ ഉണ്ട്. ഇവിടെയും അതേമാതിരി ലിമിറ്റ് ഡെൽറ്റ എക്സ് ഗോയിങ് ടു 0. ബാക്കി എന്താണ്? ബാക്കി 3x² പ്ലസ് 3x ഡെൽറ്റ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് സ്ക്വയർഡ്. ഇപ്പൊ ഡിനോമിനേറ്റർ ഒന്നുമില്ല, ഡിനോമിനേറ്റർ ഒക്കെ നമ്മൾ ക്യാൻസൽ ചെയ്തു. അപ്പോൾ പേടിക്കാനില്ല. ഡിനോമിനേറ്റർ സീറോയിലേക്ക് പോകുമ്പോഴല്ലേ ഡേഞ്ചർ. ബട്ട് ഡിനോമിനേറ്ററിനൊക്കെ നമ്മൾ ക്യാൻസൽ ചെയ്തു. അപ്പൊ ഇനിയിപ്പോ നമുക്ക് ഡെൽറ്റ എക്സിനെ സീറോയിലേക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോകാം. അങ്ങനെ ഡെൽറ്റ എക്സിനെ സീറോയിലേക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോകുമ്പോൾ ഈ ഫസ്റ്റ് ടേമിനെ വെച്ച് നോക്കുമ്പോൾ ഈ രണ്ടാമത്തെ ടേമും മൂന്നാമത്തെ ടേമും വളരെ 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 ചെറുതായിരിക്കും ഇല്ലേ? ഡെൽറ്റ എക്സ് സീറോയിലേക്ക് പോകുമ്പോൾ ഈ ടേം വളരെ വളരെ ചെറുതാവും. ഡെൽറ്റ എക്സ് സ്ക്വയർഡ് എന്ന് പറഞ്ഞ ടേം അതിനേക്കാട്ടിലും ചെറുതാവും. അപ്പൊ ഈ ഡെൽറ്റ എക്സിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇതിന്റെ ലിമിറ്റ് വന്ന് എത്തിച്ചേരുന്നത് ഈ വാല്യൂയിലേക്കാണ്, 3x². കാരണം ഈ ടേമും സീറോയിലേക്ക് പോവല്ലേ. അപ്പോൾ സീറോ ആക്കുന്നില്ലെങ്കിലും കൂടി ഇത് ഇറ്റ് വിൽ ബി വെരി വെരി സ്മോൾ കമ്പയർഡ് ടു 3x². അപ്പോൾ ഇതിന്റെ ലിമിറ്റ് എന്ന് പറയുന്നത്, നമ്മൾ ലിമിറ്റ് എവിടേക്ക് പോയി ചേരണമെന്നല്ലേ നമ്മൾ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. അത് ഈ 3x² എന്ന് പറഞ്ഞ വാല്യൂയിലേക്കാണ് എത്തിച്ചേരണത്. അപ്പോൾ നമ്മൾ കോൺസ്റ്റന്റിന് 0 എന്ന് കിട്ടി, എക്സിന് 1 എന്ന് കിട്ടി, x³ 3x² എന്ന് കിട്ടി. അപ്പൊ ഇതിന്റെ ഒരു ജനറൽ ഫോം എന്താ അറിയോ? ഓക്കെ, ജനറൽ ഫോം ഞാൻ ഇവിടെ എഴുതാം. d by dx of x to the power n is equal to n into x to the power n minus 1. ഇത് ഞാൻ പ്രൂവ് ചെയ്തിട്ടില്ല. ഇതൊക്കെ നിങ്ങൾ മാത്സിൽ പ്രൂവ് ചെയ്യും. ബൈനോമിയൽ തിയറം ഒക്കെ ഉപയോഗിച്ചിട്ടാണ്. നമ്മൾ ബൈനോമിയൽ തിയറത്തിന്റെ ഒരു സ്പെഷ്യൽ കേസ് വെച്ചിട്ടല്ലേ നമ്മൾ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ദ ഹോൾ ക്യൂബിനെ എക്സ്പാൻഡ് ചെയ്ത് ഇവിടെ. അപ്പൊ നമ്മളിപ്പോ എക്സ് ടു ദ പവർ എൻ ഒക്കെ ചെയ്യണമെങ്കിൽ ഇതേമാതിരി നിങ്ങൾ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ദ ഹോൾ ടു ദ പവർ എൻ എന്നൊക്കെ എക്സ്പാൻഡ് ചെയ്യേണ്ടി വരും. അത് ബൈനോമിയൽ തിയറം വെച്ചിട്ടാണ് നിങ്ങൾ ചെയ്യുക. അതൊന്നും ഞാൻ ഇവിടെ ചെയ്യില്ല, അതൊക്കെ നിങ്ങൾ മാത്സിൽ പഠിക്കും. നമ്മുടെ ആവശ്യത്തിന് ഇത്രയും മതി. അപ്പോൾ ഈ ഒരു ഫോർമുല, ഇത് ഫോർമുല നമുക്ക് ഇതില് എക്സ് പ്ലസ് ഡെൽറ്റ x³ x² ഒക്കെ ചെയ്തപ്പോ ഇതില് വലിയ ഇനി സർപ്രൈസിംഗ് ആയിട്ട് ഒന്നുമില്ല. അപ്പൊ അതിന്റെ പ്രൂഫ് വേണമെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ മാത്സിൽ പിന്നെ ചെയ്യും. അപ്പൊ d by dx of x to the power n is n into x to the power n minus 1. ഇപ്പൊ ഞാനിത് പ്രൂവ് ചെയ്തിരിക്കില്ല, ഡെമോൺസ്ട്രേറ്റ് ചെയ്തിരിക്കുന്നത് എക്സ് ടു ദ പവർ ക്യൂബിനും എക്സ് ടു ദ പവർ 1-നുമാണ്. പക്ഷെ ഈ n ഏത് n ആയാലും ശരി, ഇന്റിജർ ആവണമെന്നൊന്നുമില്ല, ഹോൾ നമ്പർ ആവണമെന്നൊന്നുമില്ല, ഏത് n ആയാലും ശരി ഈ ഫോർമുല വാലിഡ് ആണ്. ഓക്കെ, ഇതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ തൽക്കാലം ആവശ്യം വരിക. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ d by dx ഓഫ് x to the power -1 എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കുക ഈ ഫോർമുല വെച്ചിട്ട്. അപ്പൊ ഇവിടെ ഈ ഫോർമുല വെച്ചിട്ട് n ഇവിടെ -1 അല്ല, അപ്പൊ ഇവിടെ ഈ ഫോർമുല ഉപയോഗിക്കുകയാണെങ്കിൽ -1 ഇൻറ്റു എക്സ് ടു ദ പവർ -1 -1 -1. അപ്പൊ ദിസ് ഇസ് ഈക്വൽ ടു ഈ മൈനസ് ഇവിടെയും വരേണ്ട എക്സ് ടു ദ പവർ -2. അതായത് ദിസ് ഇസ് ഈക്വൽ ടു -1/x². ഈ ഫോർമുലയുടെ കോൺസിക്വൻസ് ആണ്. അതേമാതിരി സപ്പോസ് നമുക്ക് d by dx ഓഫ് സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് കണ്ടുപിടിക്കണമെന്ന് വയ്ക്കാം. d by dx ഓഫ് സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ d by dx ഓഫ് എക്സ് ടു ദ പവർ ഹാഫ് ആണ്. അതും ഈ ഫോർമുല വെച്ചിട്ട് എന്ത് കിട്ടും? ഹാഫ്, n എന്ന് പറയുന്നത് ഇവിടെ ഹാഫ് ആണ്. ഹാഫ് ഇൻറ്റു എക്സ് ടു ദ പവർ ഹാഫ് -1, that is equal to half into x to the power -half. This is equal to ഈ x to the power -half താഴെ കൊണ്ടുവന്നാൽ x to the power half ആവും.
അപ്പോൾ ഇത് വന്നിട്ട് 1/2 √x എന്ന് കിട്ടും. അപ്പോൾ ഇതേമാതിരി ഏതൊരു പവർ ഓഫ് എന്നിനും നമുക്ക് ഈ ഫോമുല ഉപയോഗിക്കാം. ഇതൊക്കെ ഇതിന്റെ പ്രൂഫ് വന്നിട്ട് ഞാൻ x³ എക്സിന്റെയും ചെയ്തതിന്റെ ഒരു എക്സ്റ്റൻഷൻ മാത്രമാണ്. ഓക്കെ, ഇപ്പൊ തൽക്കാലം നമുക്ക് ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞാൽ മതി. ഇപ്പോൾ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിന്റെ ഒക്കെ ഡെറിവേറ്റീവ് ഒക്കെ നമ്മൾ ആവശ്യം ഉള്ളപ്പോൾ നമുക്ക് അതൊക്കെ ചെയ്ത് നോക്കാം. ഇപ്പൊ തൽക്കാലം അപ്പോഴേക്കും നിങ്ങൾ മാച്ചിൽ ഇതൊക്കെ ചിലപ്പോൾ ചെയ്ത് തീർക്കുമായിരിക്കും. എന്തായാലും നമുക്ക് സൈൻ എക്സിന്റെ കോസ് എക്സിന്റെ ഒക്കെ ഡെറിവേറ്റീവ് ഇപ്പൊ തൽക്കാലം ആവശ്യമില്ല. എക്സ്പൊണൻഷ്യൽ എക്സോ ലോഗറിതമോ ഇതിന്റെ നമുക്ക് തൽക്കാലം ആവശ്യമില്ല. അപ്പോ തൽക്കാലം നമുക്ക് ഇത്രയും മതി. ഇനി അടുത്ത വീഡിയോയിൽ ഡിഫറൻസിയേഷനെ പറ്റിയിട്ടുള്ള അടുത്ത വീഡിയോയിൽ നമുക്ക് ഈ ഡിഫറൻസിയേഷൻ ചെയ്യാൻ 1-2 റൂൾസ് പഠിക്കാം. ആ 2 റൂൾസ് പഠിച്ചാലുണ്ടല്ലോ നമുക്ക് ഏതൊരു എക്സ്പ്രഷനെയും നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് തൽക്കാലം ഈ വീഡിയോനെ ഇവിടെ നിർത്താം. അടുത്ത വീഡിയോയിൽ നമുക്ക് ഈ ഡിഫറൻസിയേഷനെ പറ്റിയിട്ടുള്ള ഡിസ്കഷൻ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ശരി.